It's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, എന്താണ് ബോണസ് പോയിന്റ്? ആർക്കൊക്കെയാണ് ഈ ബോണസ് പോയിന്റ് ലഭിക്കുക? ഈ ബോണസ് പോയിന്റും അലോട്ട്മെൻറ്റും അഡ്മിഷനും തമ്മിലുള്ള ബന്ധമെന്ത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, 10ാം ക്ലാസ്സിൻ്റെ A+കളുടെ എണ്ണം നോക്കിയല്ല നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ A+കളുടെ എണ്ണം നോക്കിയതിന് ശേഷമുള്ള WGPA എന്ന് പറയുന്ന ഒരു പോയിന്റ് വാല്യൂ ഉണ്ട്. ആ പോയിന്റ് വാല്യൂ 10ലാണ് കണക്കാക്കുന്നത്. ആ 10ൽ 9.999991 ഉള്ളൊരു കുട്ടി, 9.99999992 ഉള്ളൊരു കുട്ടി, ആ 2 ഉള്ള കുട്ടിക്കാണ് ആ വിചാരിച്ച സ്കൂളും കോഴ്സും ലഭിക്കുക. ഇതാണ് ബോണസ് പോയിന്റ് അല്ല, ഇതാണ് WGPA. ആ WGPA കൂടുതൽ കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ബോണസ് പോയിന്റ് പ്ലസ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ കൂടെ പ്ലസ് ബോണസ് ആയിട്ട് കൊടുക്കുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ബോണസ് പോയിന്റ്. ആ ബോണസ് പോയിന്റ് ഒക്കെ കൂട്ടി അവസാനം 10 കിട്ടും. ശരി, ഇനി ആർക്കൊക്കെയാണ് ബോണസ് പോയിന്റ് ലഭിക്കുന്നത്? കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക്, നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അവർക്ക് 5 ബോണസ് പോയിന്റ് ലഭിക്കും. 2, ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും അഥവാ ആർമി, നേവി, എയർഫോഴ്സ് മുതലായവ മാത്രമുള്ള മക്കൾക്ക്, നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്ക് 3% ബോണസ് പോയിന്റ് ലഭിക്കും. NCC 75%-ൽ കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കുട്ടിക്കും, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ നേടിയവർക്കും, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കും ലഭിച്ചിരിക്കും. ഓക്കെ, എന്ത് ലഭിച്ചിരിക്കും? 2 ബോണസ് പോയിന്റ് ലഭിച്ചിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് സാർ, പക്ഷേ എനിക്ക് രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ നേടിയിട്ടില്ല. ആ കുട്ടികൾക്ക് കിട്ടില്ല. നേടിയവർക്ക് എന്ത് കിട്ടുള്ളൂ? 2 ബോണസ് പോയിന്റ് കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് A ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗം, ലിറ്റിൽ കൈറ്റ്സിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് A ഗ്രേഡാണ് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ ആ കുട്ടിക്കും കിട്ടും 1 ബോണസ് പോയിന്റ്. അതേ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് കിട്ടും 2 ബോണസ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, MJ സ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ചൊരു കുട്ടി +1 അപ്ലൈ ചെയ്യുന്ന 1ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ ഓപ്ഷൻ എന്തോ ആയിക്കോട്ടെ, അത് MJ കൊടുത്തോ? MJയിൽ പഠിച്ച കുട്ടി MJ കൊടുത്തോ എങ്കിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായാണല്ലോ. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്ത് കിട്ടും? 2 ബോണസ് പോയിന്റ് കിട്ടും. MJ പഠിക്കുന്ന കുട്ടി ചക്കാലക്കൽ സ്കൂളിൽ കൊടുക്കുന്നെങ്കിലോ ആ സാധനം കിട്ടൂല. ശരി, അടുത്തത്, അതേ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലാണെങ്കിൽ 2 കിട്ടും. അതായത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലുള്ളൊരു കുട്ടി കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സ്കൂളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവൾക്കും കിട്ടും 2 ബോണസ് പോയിന്റ്. അതേ താലൂക്ക് താമരശ്ശേരി താലൂക്കിലാണ് കൊടുവള്ളി സ്കൂളൊക്കെ വരുന്നതെങ്കിൽ റഹ്മാനിയ സ്കൂൾ കൊണ്ടുപോയി കൊടുത്താൽ ആ കുട്ടിക്ക് എന്ത് കിട്ടൂല? 1 ബോണസ് പോയിന്റ് കിട്ടൂല. ഓക്കെ, ഇനി ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് അത് 2ആണ്. ചില സ്കൂളുകൾ 10 വരെ ഉള്ളൂ, +1+2 ഇല്ല. കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC കേരള സിലബസ് യോഗ്യത നേടുന്നവർക്ക് 3 ബോണസ് പോയിന്റ്. നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചോ, നിങ്ങൾക്കുമുണ്ട് എന്ത് ബോണസ് പോയിന്റ്? 3 ബോണസ് പോയിന്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ സാർ ഇതൊക്കെ ഒരുപാട് ബോണസ് പോയിന്റ് എനിക്കുണ്ടല്ലോ, എത്ര കൂട്ടിയാലും നിങ്ങൾക്ക് 10 മാക്സിമം കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, SSLC പാസ്സായ ഒരു കുട്ടിക്ക് 3 മാർക്ക് ഉണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ കാര്യം മാത്രം എടുക്കാം. ഒരു കുട്ടിക്ക് 3 മാർക്ക് ഉണ്ട്, ഒരു 3 ബോണസ് പോയിന്റ് ഉണ്ട്. കാരണം എന്താ? SSLC പാസ്സായി. 2, ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി വേണ്ട, അതേ താലൂക്കിലാണ്. അപ്പോൾ എത്ര കിട്ടും? 1 ബോണസ് പോയിന്റ് കിട്ടും. 1 കിട്ടി, 3 കിട്ടി. ഇനി അതേ ഗ്രാമപഞ്ചായത്തിലാണ്, 2 കിട്ടി. ഇനി അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, അപ്പോഴും 2 കിട്ടി. ഓക്കെ, ഇനി A ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗമല്ല, പോട്ടെ. അടുത്തത്, NCC SPC പോലെയുള്ള യോഗ്യത നേടിയവരാണെങ്കിൽ 2 ബോണസ് പോയിന്റും കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയായി? 2ഉം 2ഉം 4, 6, 6, 3, 9, 1, 10. അങ്ങനെ ടോട്ടൽ എത്ര ബോണസ് പോയിന്റ് കിട്ടുള്ളൂ? 10. ഇനിയൊരു ചോദ്യം, സാർ നിങ്ങൾ നേരത്തെ വായിച്ചല്ലോ NCC SPC ഒക്കെ പോലെയുള്ളവർക്കൊക്കെ 2 ബോണസ് പോയിന്റ് കിട്ടുമെന്ന്. ഇവർക്ക് ഓൾറെഡി 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ലേ? ആ കുട്ടികൾക്ക് വീണ്ടും 2 ബോണസ് പോയിന്റോ? അതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. ആദ്യം കുറിപ്പ് 1 നോക്കാം. മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകന് നൽകുന്ന ബോണസ് പോയിന്റ് പരമാവധി 10ആയി നിജപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് ബോണസ് പോയിന്റ് കൂട്ടി 10ൽ കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടൂല? 10 കിട്ടുള്ളൂ, 10ൽ കൂടുതലുള്ളത് കിട്ടൂല. ശരി,
അതായത് വിവിധ ഇനങ്ങളിലൂടെ ഒരു അപേക്ഷകൻ 10 അതിലധികമോ ബോണസ് പോയിന്റ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ആയത് 10 നിജപ്പെടുത്തുന്നതാണ്, കുറയ്ക്കുന്നതാണ്. അടുത്ത പോയിന്റ്, NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻറ്റ്, പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിനുള്ള ബോണസ് പോയിന്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ 2ൽ 1 നോക്കുള്ളൂ എന്നർത്ഥം. അടുത്തത്, 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക്, നിങ്ങളുടെ പലരുടെയും സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും, അവർക്ക് NCC ഓർ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാരം നേടിയവരാവട്ടെ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് യൂത്തിൽ പങ്കെടുത്തവരാവട്ടെ, ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവരാവട്ടെ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അവർക്ക് എന്ത് കിട്ടൂല? 2 മാർക്കുള്ള ബോണസ് പോയിന്റ്, 2 ബോണസ് പോയിന്റ് കിട്ടൂല. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടൂല? ഈ ബോണസ് കിട്ടൂല. എന്നാൽ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കുട്ടിക്ക് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് കാണിക്കില്ലല്ലോ. ആ കുട്ടിക്ക് ഈ 2 ബോണസ് പോയിന്റ് കിട്ടുകയും ചെയ്യും. അത് നല്ലൊരു തീരുമാനമാണ് കേട്ടോ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് യോഗ്യത നേടുന്നവരാരാണെന്നും 10 ബോണസ് പോയിന്റ് ആർക്കൊക്കെ കിട്ടുമെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങളിത് കൂട്ടി നോക്കിയൊന്നും വേണ്ട, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ നോക്കിക്കോളും. പിന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവാൻ എന്താണ് ബോണസ് പോയിന്റ് കുറേ ആയാലോ കേൾക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. സോ ഇത്രയേ ഉള്ളൂ ബോണസ് പോയിന്റ്. 10ാം ക്ലാസ്സിൻ്റെ A+കളുടെ എണ്ണത്തിൻ്റെ കൂടെ നിങ്ങളുടെ WGPA കണക്കാക്കുമ്പോൾ അതിൻ്റെ പോയിന്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സർക്കാർ സ്വയം നൽകുന്ന പോയിന്റിനെയാണ്, ബോണസിനെയാണ് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് WGPA എന്നറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷനാണ്. നമ്മൾ സമാന്തര ശ്രേണിയില്ലേ, അരിത്തമാറ്റിക് സീക്വൻസിൽ സമ്മ് കാണാനുള്ളത് n×n+1/2 എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്ക് ആ സ്കൂളിൽ എത്രയാണെന്ന് കണക്കാക്കുന്നത് WGPA എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന അവസാന വാല്യൂ അത് 10ലായിരിക്കും ഉണ്ടാവുക. ആ വാല്യൂ ആർക്കാണോ കൂടുതൽ അയാൾക്ക് ആ സ്കൂളിൽ വേഗം കിട്ടും. അത് വെച്ചിട്ടാണ് റാങ്ക് ഉണ്ടാവുക. സോ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടാകും. നീന്തൽ സർട്ടിഫിക്കറ്റില്ലേ സാറേ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? എടാ, നീന്തൽ സർട്ടിഫിക്കറ്റ് ഒരു കാലത്ത് കൊടുത്തിരുന്ന ഒരു പറ്റിക്കൽ പരിപാടിയായിരുന്നു, അതിപ്പല്ല. ഓക്കെ, നീന്തൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എവിടെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ബോണസ് പോയിന്റിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നീന്തൽ സർട്ടിഫിക്കറ്റുകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. സോ കൂടുതൽ ഇതുപോലെയുള്ള അലോട്ട്മെൻറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ MS സൊല്യൂഷൻസ് +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിലായിരിക്കും കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ടാവുക. സോ ഇത്തരം അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.